സാർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഹിമാചൽ പ്രദേശിൽ വലിയ ഒരു പ്രതിഷേധം, ഒരുപക്ഷെ ഒരു കലാപ സ്വഭാവം തന്നെ പേറുന്ന ഒരു പ്രതിഷേധം നടക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അതൊരു കലാപത്തിന്റെ രൂപത്തിലായേക്കാം. അത് ഉത്തരാഖണ്ഡ് വഴി ഉത്തരേന്ത്യയിൽ മുഴുവൻ, അതായത് ഉത്തർപ്രദേശിൽ അടക്കം വ്യാപിച്ചേക്കാം എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മണിപ്പൂരെല്ലാം കലാപ കലുഷിതമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ മണിപ്പൂരിൽ 2000 സേനാംഗങ്ങളെ ഇറക്കിക്കഴിഞ്ഞു നമ്മൾ. അതിനുശേഷം ആസാമിലേക്ക് വരുമ്പോൾ ആസാമിൽ നിന്ന് ബംഗ്ലാദേശികളെ മുഴുവൻ നമ്മൾ പിടിച്ചു പുറത്താക്കുകയാണ്. ഹിമന്ത ബിശ്വ ശർമ്മ അവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞിരിക്കുകയാണ്, അവിടെയുള്ള മിയ മുസ്ലിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കച്ചവട സാധനങ്ങൾ ഒന്നും തന്നെ മേടിക്കരുത് എന്നുള്ള രീതിയിൽ ഒരു വലിയ ആഹ്വാനം നടത്തിയിരിക്കുകയാണ്. കാരണം ഇവരവിടെ വലിയ അട്രോസിറ്റീസ് ഉണ്ടാക്കുന്നു എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത്. ഇപ്പോ ഷിംല എന്ന് പറയുന്നത് നമ്മുടെ ഹിമാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശിലെ ഷിംല, ഈ ഷിംലയിലെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ സഞ്ജൌലി പ്രദേശത്ത് ഒരു പള്ളി നിർമ്മിച്ചിരിക്കുകയാണ്. അനധികൃതമായിട്ടാണ് ആ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് അവിടെയുള്ള പ്രദേശവാസികളുടെ മുഴുവൻ വാദം എന്ന് പറയുന്നത്. ഈ ഹിമാചലിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഈ പള്ളി അവിടെ നിന്നും പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് പതിയെ തുടങ്ങിയ പ്രക്ഷോഭം ഇപ്പൊ ഒരു കലാപ സ്വഭാവത്തിലെത്തി. ഇന്ന് പോലും, അതായത് ഇന്ന് അവിടെ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. നാഷണൽ മീഡിയാസ് ഒന്നും അത് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം ആയതുകൊണ്ട് നാഷണൽ മീഡിയാസിന് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഗുജറാത്തിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയിലോ മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ ഒക്കെ ആയിരുന്നുവെങ്കിൽ നാഷണൽ മീഡിയാസ് ഇപ്പൊ ചാടി ഇറങ്ങിയേനെ എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യമാണ്. അവരുടെ ഉദ്ദേശശുദ്ധി നമ്മൾ സംശയിക്കുന്നില്ലല്ലോ. നമ്മുടെ മമതാ ബാനർജി അവിടെ കാണിച്ചത് നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യാത്തതുപോലെ. അതേസമയം മണിപ്പൂരിൽ വീണ്ടും ഒരു ബോംബ് പൊട്ടിയപ്പോ അവിടോട്ട് ഓടി എത്തിയിട്ട് മണിപ്പൂരിനെ പ്രൊജക്ട് ചെയ്യാൻ അവർ കാണിക്കുന്ന മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. അതിലും വലിയ പ്രതിഷേധം. സാർ ഒന്ന് ആലോചിച്ച് നോക്കി, മമതാ ബാനർജിയുടെ ഈ പ്രതിഷേധം നമ്മുടെ ഗുജറാത്തിലോ ന്യൂഡൽഹിയിലോ ആണ് നിന്നിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ തുറന്നു നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോയി ഇന്ത്യ നശിച്ചല്ലോ. ആ രീതിയിൽ അവരത് റിപ്പോർട്ട് ചെയ്തേ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോ ഈ ഹിമാചലിൽ അനധികൃതമായി നിർമ്മിച്ച ഈ മുസ്ലിം പള്ളി ഞങ്ങൾ പൊളിച്ചു മാറ്റി എന്ന് സർക്കാർ പറഞ്ഞിരിക്കുകയാണ്, കോൺഗ്രസ് സർക്കാർ. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? സാറിന് എന്താണ് തോന്നുന്നത്? ഈ പള്ളി സഞ്ജോലി എന്ന് പറഞ്ഞ ഏരിയയിലാണ് പണിത്. ധനുഷ് പറഞ്ഞ മാതിരി 10 കൊല്ലം മുമ്പ് പണിതൊരു പള്ളിയാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ ഞങ്ങൾക്ക് ഈ പള്ളി ഇല്ലീഗലാണ്, ഇത് ഒരു നിയമത്തിൽ പണിതിട്ടില്ല, നിയമത്തെ ലോയിൽ പണിതിട്ടില്ല, പെർമിഷൻ ഒന്നും വാങ്ങിച്ചില്ല, ഇവരോട് പണിതു. അപ്പൊ അന്ന് BJP സർക്കാരായിരുന്നു അവിടെ. BJP-ക്കാർ ഇതിനെപ്പറ്റി ഒരു എൻക്വയറി തുടങ്ങി, പക്ഷെ ഒന്നും ആയില്ല, അത് അവിടെ കിടന്നു. ഇപ്പൊ ഇവിടുത്തെ ഹിന്ദു ജാഗരൺ മഞ്ചും ബാക്കിയുള്ള പാർട്ടികളെല്ലാം കൂടിയിട്ട് ഇതിലിറങ്ങി. അവര് ഈ പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് ഈ പള്ളി നിങ്ങൾ പൊളിക്കണം, നാളെ തന്നെ പൊളിക്കണം എന്നിട്ട് അവർ തുടങ്ങി. പൊളിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സീൽ ചെയ്തിടാൻ പറഞ്ഞു. നിങ്ങൾ സീൽ ചെയ്തിടും, അതിനുള്ള ആരും കയറണ്ട ആ പള്ളിയിലുള്ള. അപ്പൊ അവിടുത്തെ സർക്കാർ ഇപ്പൊ കോൺഗ്രസ് സർക്കാരാണ്. അവർക്കിപ്പോ ഇനി ഈ പറഞ്ഞ മാതിരി രാഹുൽ ഗാന്ധിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മുഖ്യമന്ത്രിനെ പിടിച്ച് മാറ്റും ഈ കാര്യത്തിൽ. അപ്പൊ അദ്ദേഹം പിന്നെ ഈ പറഞ്ഞ വിക്രമാദിത്യ സിംഗ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പണ്ടത്തെ മുഖ്യമന്ത്രിയുടെ മോനാണ്, അവനെ വിട്ടു. ആളവിടുത്തെ പബ്ലിക് വർക്ക്സ് മിനിസ്റ്ററാണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഒന്നല്ല, നമ്മുടെ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ സണിലോന്റെ മാതിരിയാണ്. ആള് നല്ല പവർഫുൾ ആണ്, അവിടെ അതേ പോസ്റ്റാണ്. ഓക്കെ. അപ്പൊ അദ്ദേഹം പോയി പറഞ്ഞു ഞങ്ങളിത് എൻക്വയറി നടത്തുന്നുണ്ട്, ഇത് എൻക്വയറിയിൽ ഈ പറഞ്ഞ മാതിരി തെളിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ഈ പള്ളി പൊളിക്കും. ഷിംല മുനിസിപ്പൽ കോർപ്പറേഷനാണ് അത് നടത്തുന്നത്. പക്ഷെ അതിന് സമയം തരുന്നില്ല. എത്ര ദിവസം പിടിക്കും? ഒരാഴ്ച, 10 ദിവസം, ഒരു മാസത്തിനുള്ളിൽ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ആ സമയം പറയുന്നു. അപ്പൊ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേണ്ട. അപ്പൊ അവിടെ 2-3 ദിവസമായിട്ട് അവിടെ ശരിക്കും ഒരു അറ്റ്മോസ്ഫിയർ കർഫ്യൂ വരെ ഇമ്പോസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്. അവിടെ ടിയർ ഗ്യാസും ഈ പറഞ്ഞ വെള്ളത്തിന്റെ വാട്ടർ ക്യാനനും ജലപീരങ്കി നമ്മൾ പറയണതും ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഷിംലയുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ലോ ഈ പറഞ്ഞ മാതിരി ഈ കേസും ഹിയറിംഗിന് വരുന്നത് ഈ പറഞ്ഞ മാതിരി ഒക്ടോബർ 5-ാം തീയതിയാണ്. ഇത് ഷിംലയിലും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് അവിടെ ഒരു പ്രൊഹിബിറ്ററി ഓർഡർ പ്രൊക്ലെയിം ചെയ്തിരിക്കുന്നത്. 10 കൊല്ലമായിട്ട് നടക്കുന്ന ഒരു ഇൻസിഡന്റ്, ഒരു കേസ് തീർപ്പാക്കാൻ അധികം നേരം പിടിക്കില്ല. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഇതിലിപ്പോ വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ജാഗരൺ മഞ്ചും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. സോ കൺസ്ട്രക്ഷൻ ഒരു ഇല്ലീഗൽ ആണെങ്കിൽ ലോക്കൽ സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്യണമെന്നിട്ടാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ ഈ ലാത്തി ചാർജ് ഞങ്ങൾ നടത്തിയത് തെറ്റായി, ശരിയാണ്. അതിൽ കുറെ കുട്ടികൾക്കും സ്ത്രീകൾക്കും അതിൽ അടി കിട്ടി, വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് കുറെ പേർക്ക്. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഇനി ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ബിക്കോസ് ഇനി ഇത് നിൽക്കാൻ പോകുന്നില്ല അവിടെ, ഇതിനി കൂടും. ബിക്കോസ് തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത് ഉത്തരാഖണ്ഡ് ഇതേമാതിരി വേറൊരു അടി നടക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഇതും ഈ പറഞ്ഞ മാതിരി UP-യില്
പണ്ട് നടന്ന ഒരു ഇൻസിഡന്റിനെ വെച്ചിട്ടാണ് ഈ ഉത്തരാഖണ്ഡ് ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് മിണ്ടുന്നില്ല, ഒരു വാക്ക് അതെ. മിണ്ടുന്നില്ല. BJP പിന്നെയും പറഞ്ഞു, ജയറാം അവരും പണ്ടത്തെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ അവിടുത്തെ, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ജയറാം ഠാക്കൂർ നിങ്ങൾ ചെയ്തത് ശരിയല്ല, ഈ ലാത്തി ചാർജ് ചെയ്യാൻ പാടില്ലായിരുന്നു, ജനം പ്രതിഷേധിക്കട്ടെ, നിങ്ങൾക്ക് എന്താ പ്രോബ്ലം, നിങ്ങളുടെ വരെ കല്ലെടുത്തെന്ന് അറിഞ്ഞില്ലല്ലോ, നിങ്ങൾ റോട്ടിൽ നിന്ന് പ്രതിഷേധിക്കും, നിങ്ങൾ എന്താണ് അവരെ ലാത്തി ചാർജ് ചെയ്യണമെന്ന് ചോദിച്ചു. അതിന്റെ ഒരു പൊളിറ്റിക്കൽ ജോക്കിങ് കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഇതിനി എവിടെ പോയി നിൽക്കുന്നതാണ് നമുക്ക് അറിയേണ്ടത്. ബിക്കോസ് നാളെ ഇതിപ്പോ ഒരു പള്ളി ആയിട്ടുള്ളൂ, നാളെ ഇപ്പൊ 2 പള്ളി 3 പള്ളി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതാണ് മെയിൻ ആയിട്ട് പ്രോബ്ലം. അപ്പുറത്ത് ഉത്തരാഖണ്ഡ് ഇതേമാതിരി ഒരു പ്രോബ്ലം നടക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമുക്ക് നോക്കി അറിയേണ്ടത്. ഈ പറഞ്ഞ മാതിരി നാളെ ഇത് ഉത്തർപ്രദേശിൽ നടക്കും, ചിലപ്പോ അസ്സാമിലും തുടങ്ങും. ഈ പറഞ്ഞ മാതിരി ഇല്ലീഗൽ ആയിട്ടുള്ള പള്ളികള് ഇവര് തോന്നിയ മാതിരി പണിയും, ഓരോ ഏരിയയിൽ പോയിട്ട് പള്ളി പണിയും, അതിന് അല്ല, പെർമിഷൻ വാങ്ങില്ല. ഇത് പണ്ട് എനിക്ക് ആരാണ് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. അതൊരു പ്രശസ്തനായിട്ടുള്ള ഒരു ആളാണ് പറഞ്ഞത്. അതായത് ഇവിടെയുള്ള ആ, ഭൂരിപക്ഷം, നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം അവർ കലാപത്തിനായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തെ വലിയ രീതിയിലുള്ള എന്താണ് ഇതുണ്ടാകും, വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അത് അദ്ദേഹം പറഞ്ഞൊരു പോസിറ്റീവ് ആസ്പെക്റ്റിലാണ്. അതായത് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇവിടെയുള്ള ഭൂരിപക്ഷത്തിന്റെ ആ ഒരു സഹിഷ്ണുത, ആ ഒരു ക്ഷമ, അതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു ഭംഗി എന്നുള്ളത്. അപ്പൊ അവര് കലാപത്തിനായി ഇറങ്ങിക്കഴിഞ്ഞാല്, ജയശങ്കർ സാറാണെന്ന് എനിക്ക് തോന്നുന്നു, കലാപത്തിനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ പോവും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ വിഷയം കേട്ടപ്പോൾ ഞാൻ ആവലാതിയോടുകൂടിയാണ് ചോദിക്കുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അത് പൊളിച്ചു കളയണം, അതിൽ തർക്കമില്ല, അത് ഓക്കെ. പക്ഷേ ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൂടെ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വളരെ വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് നമ്മൾ വളരെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ആഭ്യന്തരമായിട്ടുള്ള ഒരു കലാപത്തിന് തന്നെ തിരികൊളുത്തുന്ന ഒരു വിഷയമാണ്. അത് പോകാനായിട്ട് പാടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് ബാബ്രി സ്ട്രക്ചർ പൊളിച്ചപ്പോ, മസ്ജിദ് എന്ന് പറയില്ല, ബാബ്രി സ്ട്രക്ചർ പൊളിച്ചപ്പോ അന്ന് എത്രയോ കാലമായിട്ട് അവിടെ പ്രതിഷേധങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ അന്നൊരു പ്രതിഷേധം നടന്നപ്പോ ആ ഒരു മൂവ്മെന്റ്, ഒരു ഫ്യൂസ് കത്തിച്ച മാതിരിയായിരുന്നു. സഡൻലി ആൾക്കാർ ചാടി അതിന്റെ മോളിൽ കയറി അത് പൊളിച്ച് എല്ലാം വീണ് എല്ലാം കഴിഞ്ഞു. വിത്തിൻ മാറ്റർ ഓഫ് 2 മണിക്കൂറിൽ എല്ലാം കഴിഞ്ഞു. പോലീസ് ഫയറിംഗ് നടന്നു, കുറെ പേര് മരിച്ചു, ഇതൊക്കെ ഉണ്ടായി അവിടെ. പക്ഷെ ഇതേ പ്രോബ്ലമാണ് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഹിമാചൽ പ്രദേശിലായാലും ഉത്തരാഖണ്ഡിലായാലും ബാക്കിയുള്ള ജില്ലകളിലൊക്കെ നടക്കുന്നത്. അപ്പൊ ഇത് എവിടെ വേണമെങ്കിൽ നടക്കാം. നാളെ ഈ പറഞ്ഞ മാതിരി തെലങ്കാനയോ ആന്ധ്രയോ എവിടെ വേണമെങ്കിൽ നടക്കാം. ബിക്കോസ് നിങ്ങൾ കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാണാൻ. ബിക്കോസ് ഒരു ആസ്പെക്ട് എന്താന്ന് പറഞ്ഞാൽ ഇത് ഇല്ലീഗലാണ്, ഇതിന് പെർമിഷൻ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ അവര് പറയും ഞങ്ങൾക്ക് പള്ളി പണിയാൻ പെർമിഷൻ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് എവിടെ വേണേ പണിയാൻ. അത് പറ്റില്ല. ഏത് റിലീജിയസ് സ്ട്രക്ചർ ആയാലും, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഏത് റിലീജിയന്റെ ആയാലും അതിന് പെർമിഷൻ എടുക്കണം. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ ആലോചിച്ചു. സാറ് നമ്മുടെ KT ജലീൽ കഴിഞ്ഞ തവണ ഇരുന്നപ്പോ ഇയാള് ഇവിടെ കേരളത്തില് ഒരു നിയമം അങ്ങ് പാസ്സാക്കി കൊടുത്തു. ആരും അറിഞ്ഞിട്ടില്ല അത്. ഞാൻ ഒരു ദിവസം മാതൃഭൂമി പത്രമാണ് എന്റെ വീട്ടിൽ വരുത്തിക്കൊണ്ട് അത് നോക്കിയപ്പോൾ ദൂരെ ഒരു ചെറിയ കുളത്തിൽ കിടക്കുന്നു. അതായത് ആരാധനാലയങ്ങൾ പണിയാൻ ഇനി തദ്ദേശ വകുപ്പിന്റെ അനുമതി വേണ്ട എന്നുള്ളതായിരുന്നു അന്നത്തെ വാർത്ത എന്ന് പറയുന്നത്. അതായത് ഇവിടെ തദ്ദേശ വകുപ്പിന്റെ അനുമതി ഇല്ലാത്ത ആരാധനാലയങ്ങൾ പണിയാം, അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള കാര്യം. ഇവിടെ ഏറ്റവും കൂടുതൽ ആരാധനാലയങ്ങൾ ആരാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. ഇപ്പൊ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു പള്ളി പണിയണമെങ്കിലും ഒരു ഹിന്ദുവിന് ഒരു ടെമ്പിൾ പണിയണമെങ്കിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണത്. അപ്പൊ ഹിന്ദുവിന് ഒരു ടെമ്പിൾ പണിയണമെങ്കിൽ അതിന് യോഗ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തണം, തച്ചനെ വിളിക്കണം, വാസ്തുശാസ്ത്രം നോക്കണം, ശില്പികളെ വിളിക്കണം. അതിഭീകരമായിട്ടുള്ള പണിയാണ്. അവിടെയുള്ള വിഗ്രഹത്തിന്റെ ഒരു പ്രാണപ്രതിഷ്ഠ എന്നൊക്കെ പറയുന്ന പോലെയുണ്ട്. നമ്മൾ ക്രിസ്ത്യാനിക്ക് പള്ളി പണിയുന്നതും അതുപോലെ തന്നെയാണ്. അപ്പൊ KT ജലീൽ വന്നിട്ട് ഇനി ആരാധനാലയങ്ങൾക്ക് ഇത് തദ്ദേശ വകുപ്പിന്റെ അനുമതി വേണ്ട എന്നുള്ളൊരു ഉത്തരവ് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. സൈഡിൽ കൂടെ സ്വന്തം സമുദായത്തെ പ്രീണിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ട് മുന്നിലോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു മന്ത്രിയുടെ ഒരു അഭാവമായിരിക്കാം ചിലപ്പോ ഹിമാചൽ പ്രദേശില് അനുമതി ഇല്ലാതെ ഇവർക്ക് ഇതായിട്ട് തോന്നുന്നു. അങ്ങനെ അനുമതി ഇല്ലാന്ന് ഒന്നും ചെയ്യാൻ പാടില്ല. അത് ഞാൻ പറഞ്ഞില്ല, ഏത് റിലീജിയൻ ആയാലും കുഴപ്പമില്ല, ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും. ഒരു റോഡ് സൈഡിൽ ഒരു പള്ളി പണിതു, അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഒരു അമ്പലം പണിതു, ട്രാഫിക്കിന്റെ കണ്ടീഷൻ എന്തോ, അതിന്റെ മുമ്പിൽ ഒരു 10-50 പേര് വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും, ട്രാഫിക്കിന്റെ കണ്ടീഷൻ എന്തോ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുക. ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു ചിലപ്പോൾ പണിതപ്പോൾ ഇപ്പൊ അടുത്തന്നെ ഉണ്ടായി. ഞാൻ പറയാൻ കാരണം, ഒരു കമ്മ്യൂണിറ്റി ഹൈദരാബാദിൽ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളുടെ വീടിന് തൊട്ടപ്പുറത്ത് ആ ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കാർ മെമ്പേഴ്സ് തന്നെ ഒരു അമ്പലം പണിതു. അപ്പൊ അയാൾ ഹിന്ദു തന്നെയാണ്, പക്ഷെ അയാളത് ഒബ്ജക്ട് ചെയ്തു. എന്റെ വീട് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ, എന്റെ വീട് നിങ്ങൾ മറ്റവന്റെ വീടിന്റെ അപ്പുറത്ത് പോയി ഒരു അമ്പലം പണിയുന്നു. എന്നാൽ കാലത്താകുമ്പോഴേക്കും മണിയടി തുടങ്ങും,
പാട്ടുണ്ടാവും ചിലപ്പോൾ, അതൊക്കെ വെക്കുമ്പോൾ ഇത് ഒരു ഡിസ്റ്റർബൻസ് ആവും. ശരിയാണ്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ അതാണ്. നമ്മുടെ നാട്ടിലൊക്കെ അമ്പലങ്ങൾ കുറച്ച് മാറിയാണ് പണിയുക. നമ്മുടെ സിറ്റിയുടെ ഉള്ളിൽ അങ്ങനെ ശരി വടക്കുന്നാഥന്മാരുണ്ട്, പറമേക്കാവ്, തിരുവമ്പാടി, അതൊക്കെ പണ്ട് അമ്പലങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ തൊട്ടടുത്ത എല്ലാ അമ്പലങ്ങൾക്ക് ചുറ്റും നഗരങ്ങൾ വികസിച്ച് വന്നതാണ് വടക്കുന്നാഥ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം. അതാണ് പറഞ്ഞത്. അപ്പൊ അത് കാരണം പക്ഷെ നമ്മളിപ്പോ ഉത്രാളിക്കാവ് നോക്കും, ഉത്രാളിക്കാവ് എത്രയോ റോഡിന് കുറെ ദൂരമാണുള്ളത്. അതേമാതിരി കുറെ അമ്പലങ്ങളുണ്ട്. ശബരിമല. അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്താ പറയുക, ഈ പബ്ലിക്കിന് ഇൻകൺവീനിയൻസ് നടക്കാൻ പാടില്ല. ഹൈദരാബാദിലും ഞാൻ അറിയണ ഒരു ഇത് പ്രകാരം ഇവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സമ്മതിക്കില്ല. നിങ്ങൾ RTA ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും ഈ പള്ളിക്ക് പെർമിഷൻ ഇല്ല, ഈ പള്ളിക്ക് പെർമിഷൻ ഉണ്ട്, ഈ അമ്പലത്തിന് പെർമിഷൻ ഇല്ല, അങ്ങനെ കുറെ അമ്പലങ്ങളും പള്ളികളും അവിടെ അടച്ചുപൂട്ടിയിട്ടുണ്ട്. സിറ്റി റെസിഡൻഷ്യൽ ഏരിയയുടെ ഉള്ളിൽ ഈ പറഞ്ഞ മാതിരി പള്ളികൾ തുടങ്ങിയിട്ട് അത് അടച്ചുപൂട്ടി. അപ്പൊ അത് ചെയ്യാം. ആരായാലും ഒരു നിയമം ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യണം, ആർക്കായാലും. അപ്പൊ ഇത് ഈ ഹിമാചൽ പ്രദേശിൽ നടന്നത്, ഉത്തരാഖണ്ഡിൽ നടന്നത്. ഉത്തരാഖണ്ഡിൽ എന്താ നടന്നത്? ഉത്തരാഖണ്ഡിൽ അവിടുത്തെ ഈ ലോക്കൽ ട്രേഡേഴ്സ്, അതാണ് അവിടെ അത് അതിനെക്കാട്ട് വലിയൊരു ഫ്ലാഷ് പോയിന്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഉത്തർപ്രദേശിൽ കണ്ടതാണ്. ഈ കവറിയ യാത്രയുടെ സമയത്ത് ഉത്തർപ്രദേശ് ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾ ഈ ഹോട്ടലുകളുടെ പുറത്ത്, ബിക്കോസ് ഈ കവറിയാസ് അവരൊരു തീർത്ഥാടനത്തിന് പോണ ആൾക്കാരാണ്. അപ്പൊ അവര് പോകുമ്പോൾ നിങ്ങൾ ഈ റോഡിൽ ചില സാധനങ്ങൾ വിൽക്കാൻ പാടില്ല, നോൺ വെജ് വിൽക്കാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ ശബരിമലയ്ക്ക് പോണ ആലോചിച്ചു, ശബരിമല പോണ വഴിക്ക് ഒരുത്തിനൊരു ബിരിയാണി കട തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ശരിയാവില്ല, അത് പറ്റില്ല. അപ്പൊ അതിനായിട്ട് അവർ പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അവിടെ പേര് എഴുതി വെക്കും, നിങ്ങളുടെ എന്താന്നുള്ളത് ശരിക്കുള്ള പേര്, കടയുടെ പേര് എഴുതി വെച്ച് ആരാണ് ഓണർ, ഓണറുടെ പേരും പിന്നെ സർവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ പേരും എഴുതാൻ പറഞ്ഞു. അത് വലിയൊരു കുഴപ്പം. സുപ്രീം കോടതി പോയി, സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. പക്ഷെ ഇപ്പൊ എന്താ ഉണ്ടായിരിക്കുന്നത്? ഇപ്പൊ ഈ ദേഹ്റാദൂണിന്റെ പൾട്ടൻ ബസാർ എന്നിട്ടുണ്ട്, അത് നമ്മുടെ ദേഹ്റാദൂണിന്റെ മെയിൻ അവരുടെ തലസ്ഥാനമാണല്ലോ. അപ്പൊ അത് ദേഹ്റാദൂണിൽ നടന്നൊരു പ്രോബ്ലം, അവിടെ ലോക്കലായിട്ട് ട്രേഡേഴ്സ് പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ ഒരു കുറെ പേര് വന്ന് പുറത്തുനിന്ന് വന്ന് അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്, അവരാരാണ് ഞങ്ങൾക്ക് അറിയണം, അവരവിടുന്ന് പിടിച്ച് പുറത്തേക്കാക്കണം, നിങ്ങൾ അവർ ID ചെക്ക് ചെയ്യണം. ഒരു ധർണ തുടങ്ങിയവർ, ഒരു പ്രൊട്ടസ്റ്റ് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ പോലീസ് വന്ന് അവിടെ ചെക്ക് ചെയ്തപ്പോൾ 134 പേരെ പിടിച്ചു. അവരടുത്ത് കുറെ പേര് ചെക്ക് ചെയ്ത് അവരടുത്ത് ID ഉണ്ടായിരുന്നു, ആധാറായാലും വേറെ എന്താ ID, ഡ്രൈവിംഗ് ലൈസൻസ്. പക്ഷെ ഈ 134 പേരുടെ കയ്യിൽ ഒരു ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റും ഇല്ല. അങ്ങനെ എപ്പോഴെങ്കിലും ഉണ്ടാവും ധനുഷ്? ഒരു ബേസിക് ആധാർ നിന്നപ്പോ ഏത് ഇന്ത്യന്റെ ഏത് ഭാരതീയന്റെ കയ്യിലും ആധാർ ഉണ്ടാവും. ആധാർ ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ 134 പേരെ പിടിച്ച് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇനി ആ കേസ് എന്തായെന്ന് അറിഞ്ഞോടെ ഇനി അവരെ അറസ്റ്റ് ചെയ്യോ റിമാൻഡ് ചെയ്യോ എന്ന് അറിഞ്ഞോളൂ. അപ്പൊ അതിനു മുമ്പ് തന്നെ അവിടെ കുറെ റൈറ്റ് വിംഗുകാർ കയറിയിട്ട് പറഞ്ഞു മുസ്ലിം ട്രേഡേഴ്സിനെ അവിടെ നിന്ന് കാലിയാക്കണം, അവരുടെ ഈ റെന്റിനെടുത്ത കടകളൊക്കെ വെക്കേറ്റ് ചെയ്യണം. അത് നടക്കാൻ കാരണം അവിടെ ഒരു ഷൂ ഷോപ്പിൽ, ഒരു ചെരുപ്പ് വിൽക്കുന്ന കടയിൽ എന്തോ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ഒരു ഹിന്ദു സ്ത്രീ ആരും പിടിച്ചു എന്നിട്ട് തുടങ്ങിയത് കുഴപ്പം. പക്ഷെ ഇപ്പൊ ഇത് പറ്റി ഒരു വലിയതായിട്ട് വരണം. ഇപ്പൊ ഓരോരോ ഏരിയയില് ഉത്തരാഖണ്ഡിൽ തന്നെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വില്ലേജസ്, അവിടെ ഓരോ ഗ്രാമങ്ങളിൽ നൈസാലൂർ, ഷേർസു, റാംപൂർ ഫത്ത, രവിഗ്രാം, ഇതെല്ലാം കേദാർ വാലിയിലാണ്, രുദ്രപ്രയാഗിന്റെ റൂട്ടിലാണ് ഇതൊക്കെ. അവിടെയൊക്കെ അവര് പറഞ്ഞത് നിങ്ങൾ അവിടെ പുറത്തുള്ള ആൾക്കാരെ അലവ് ചെയ്യില്ല. ആദ്യം ഒരു ബോർഡ് ഇട്ടത് ഒരു കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടായിരുന്നു. പിന്നെ അവർ വന്ന് റോഹിംഗ്യ എന്ന് ആഡ് ചെയ്തു അതിന്റെ കൂടെ, ഇവരവിടെ കേട്ടില്ല ഞങ്ങളെന്ന്. പിന്നെ പോലീസുകാർ വന്ന് പറഞ്ഞു ഇത് പറ്റില്ല, ഇങ്ങനത്തെ ബോർഡ് നിങ്ങൾ എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ അവർ പേര് മാറ്റി. അവർ പറഞ്ഞു ഔട്ട്സൈഡേഴ്സ് നോട്ട് അലൗഡ്, പുറത്തുള്ള ആൾക്കാരെ ഞങ്ങളവിടെ അലവ് ചെയ്യില്ല കട വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു പ്രശ്നം വരാൻ പോണത് ബിക്കോസ് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഓരോ സ്ഥലത്ത് വന്ന് ബിസിനസ് ചെയ്യുമ്പോൾ ഇതാരാണെന്ന് നമുക്ക് അറിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഇതാരാണ് അവിടെ വന്ന് ചെയ്യണത്? അപ്പൊ ഈ പോലീസ് പറഞ്ഞതിന് തൊട്ട് ഈ ഗ്രാമസഭയിലാണ് ഈ ഡിസിഷൻ ഒക്കെ എടുത്തത്. ഓരോ പഞ്ചായത്തുമാരി അവിടെ പഞ്ചായത്ത് മീറ്റിംഗ് നടത്തി അവരെടുത്ത ഡിസിഷനാണ്. അപ്പൊ ലോ ആൻഡ് ഓർഡർ ശരിയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട പോലീസിന്റെ പണിയാണ്. അതേ സമയത്ത് ഈ പറഞ്ഞ മാതിരി ഈ ബോർഡ് കേദാർനാഥിലേക്ക് പോണ വഴിയാണിത്. കേദാർനാഥിലേക്ക് പോകുമ്പോൾ ഈ യാത്രയുടെ സീസണിൽ ആ പോണ വഴിക്ക്, രുദ്രപ്രയാഗിലേക്ക് പോണ വഴിക്ക് ഈ പറഞ്ഞ മാതിരി ഇവരാരാണ് ആൾക്കാര്, എവിടുന്ന് വന്ന ആൾക്കാരാണ്, ഞങ്ങൾ ഓൾറെഡി ഇവിടെയുള്ള ആൾക്കാരാണ്, ഞങ്ങൾക്ക് കടകളുണ്ട്, ഇവർ പുറത്തുനിന്ന് വന്ന് ഈ സീസണിൽ മാത്രമേ ഇവരെ കാണുള്ളൂ, അത് കഴിഞ്ഞ ഇവർ അഡ്രസ് ഉണ്ടാവില്ല, അത് പിന്നെ വേണ്ട ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. ഒന്ന് ബിസിനസ് റൈവലറി ആയിരിക്കും, പിന്നൊരുത്തം വരുമ്പോൾ നമ്മുടെ ബിസിനസ് കുറയൂല, ചിലപ്പോൾ അതായിരിക്കും കാരണം. പക്ഷെ ഓവറോൾ ആയിട്ട് ഈ പറഞ്ഞ മാതിരി ഉത്തർപ്രദേശിൽ തുടങ്ങി വെച്ചത് ഹിമാചൽ പ്രദേശിലേക്ക് വന്നു, ഹിമാചൽ പ്രദേശിൽ ഇപ്പോൾ ഉത്തരാഖണ്ഡ് നടക്കുന്നു, നാളെ ഇത് വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റും. നാളെ ആരെങ്കിലും ബോർഡ് കെട്ടി തൂക്കിയാൽ അറിയാം. അവിടെ CAA അജിറ്റേഷൻ വന്നപ്പോൾ നമ്മുടെ നാട്ടില് ഒരു കമ്മ്യൂണിറ്റിക്കാർ ബാക്കി ഒരു കമ്മ്യൂണിറ്റിക്കാരെ പിടിച്ച് കടയിൽ നിന്ന് പിടിച്ച് പുറത്തേക്കാക്കിയ കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിങ്ങളവിടെ പണിയെടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു നടന്ന ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ മറ്റേ സൈഡ് എന്ത് ചെയ്തു, അവർ കടകൾ തുടങ്ങി, വേറെ പുതിയതായിട്ട് കടകൾ ഞങ്ങൾ നോക്കി കാണിച്ചു തരാം. അതൊക്കെ ഉണ്ടായി അവിടെ നാട്ടില്, നമ്മുടെ കേരളത്തിൽ. ഇതേമാതിരിയാണ്
നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു സ്ഥലത്ത് നടക്കുന്ന ഇൻസിഡന്റ് പിന്നെ ഒരു സ്ഥലത്ത് റിഫ്ലക്റ്റ് ആവും. അതാണ് ഉത്തർപ്രദേശിലും ഈ പറഞ്ഞ മാതിരി ഹിമാചൽ പ്രദേശിലും ഇപ്പൊ ഉത്തരാഖണ്ഡ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് നടക്കുന്ന വിഷയങ്ങൾ വേറൊരു സ്ഥലത്തിലോട്ട് റിഫ്ലക്റ്റ് ആകാതെ ഇരിക്കട്ടെ എന്നാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. കാരണം അത് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര വളർച്ചയെ ബാധിക്കും, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ ബാധിക്കും. ഇപ്പൊ നരേന്ദ്രമോദി അദ്ദേഹം ഭരണത്തിലേറി 2014 അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം ഈ ബീഫ് കൊലപാതകങ്ങൾ നരേന്ദ്രമോദി കയറിയപ്പോൾ വളരെ പ്ലാൻഡ് ആയിട്ട് മാധ്യമങ്ങൾ കൊടുത്ത് രാജ്യത്തിന്റെ വളർച്ചയെ തകർക്കാൻ നോക്കി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ആദ്യം നമുക്ക് പട്ടിണിക്കെതിരെ പോരാടാം, എന്നിട്ട് പോരെ നമുക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതുപോലെ നമ്മുടെ പുറത്ത് നിൽക്കുന്ന നമ്മുടെ ശത്രുക്കളടക്കം നമ്മുടെ രാജ്യത്ത് ഒരു കലാപം ഉണ്ടായി കാണാൻ കൊതിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം നമ്മുടെ രാജ്യം വികസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വലിയ രീതിയിലുള്ള ഇഷ്യൂസ് ആയിട്ട് സമൂഹത്തിൽ ഉയർന്നു വരുമ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു മിനിമം ബുദ്ധി മനുഷ്യന് വേണം എന്ന് മാത്രമേ പറയാം. അതിപ്പോ ഏത് ഗവൺമെന്റ് ആയിരുന്നാലും, കോൺഗ്രസ് ആയിരുന്നാലും ശരി, BJP ആയിരുന്നാലും ശരി, അത് ടാക്കിൾ ചെയ്യാനുള്ള ഒരു മിനിമം ബുദ്ധി വേണം. അത് ഊതി കത്തിക്കരുത്. കത്തിച്ചു കഴിഞ്ഞാൽ ഈ ഏറ്റവും ഈസി ആയിട്ട് പടരാൻ സാധ്യതയുള്ളത് മതവിദ്വേഷവും മതപരമായിട്ടുള്ള കലാപങ്ങളും ഒക്കെയാണ്. ഇപ്പോ ഡിജിറ്റൽ യുഗമായത് കൊണ്ട് തന്നെ ഇന്ത്യ മുഴുവൻ കത്തിപ്പടരാൻ ഒരു പാടുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് ആദ്യം തന്നെ ഇന്റർനെറ്റ് കട്ട് ചെയ്തിരുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ന്യൂസ് അങ്ങോട്ട് പോകാനായിട്ട് പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവരും പ്രൊവോക്ഡ് ആയി കഴിഞ്ഞാൽ അവരും തെരുവിലിറങ്ങും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോ അതിനെ ഇവിടെയുള്ള ആൾക്കാർ കളിയാക്കി പറയുകയാണോ ന്യൂസ് നെറ്റ് കട്ട് ചെയ്തിടുന്നു. അതിവിടെ കേരളത്തിൽ കലാപം ഉണ്ടായിരുന്നാൽ പിണറായി വിജയൻ നെറ്റ് കട്ട് ചെയ്തിടുകയല്ല, പോസ്റ്റോടെ പിഴുത് കളയും എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് തന്നെയായിരുന്നാലും ഹിമാചൽ പ്രദേശിൽ നിന്ന് അസ്വസ്ഥമാകുന്ന വാർത്തകളാണ് വരുന്നത്. ഹിമാചൽ പ്രദേശ് എത്രയും വേഗം ശാന്തമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.